പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. അഭിഷേകാഗ്നി വചന ശുശ്രൂഷയെ സംബന്ധിക്കുവാൻ കർത്താവിനെ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനും ഈശോയുടെ തിരുഹൃദയത്തിനും പ്രതിഷ്ഠിക്കുന്നു. ഈശോയുടെ തിരുഹൃദയം ദുഷ്ട ശത്രുവിൽ നിങ്ങളെ കാത്തുകൊള്ളട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, അഭിഷേകാഗ്നി കുടുംബത്തിൽ ഈ അഭിഷേകാഗ്നി ശുശ്രൂഷ നടക്കുമ്പോൾ ദൈവം നമ്മുടെ അടുത്ത് വരുന്ന സമയമാണ്. ശരിക്കും അങ്ങനെ തന്നെയാണ്. വിശുദ്ധ മാർക്കോസ് വിശേഷത്തിൽ 16-ാമത്തെ അധ്യായത്തിന്റെ 20-ാം തിരുവചനം അതിനിങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. അവർ എല്ലായിടത്തും പോയി പ്രസംഗിച്ചു, കർത്താവ് അവരോട് കൂടെ പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തു. അപ്പസ്തോല കാലഘട്ടത്തിൽ അപ്പസ്തോലന്മാരെ പ്രഘോഷണം നടത്തിയപ്പോൾ ഈശോ ആ വചനം പറഞ്ഞത് ശരിയാണെന്ന് അടയാളത്തിന് സ്ഥിരീകരിക്കുന്നത് പോലെയാണ് ഓരോ അഭിഷേകാഗ്നി ശുശ്രൂഷ നടക്കുമ്പോഴും കർത്താവ് അടയാളത്തിലൂടെ ഞാൻ ജീവിക്കുന്ന ദൈവമാണെന്ന് സ്ഥിരീകരിക്കുക. ഒരു കുടുംബത്തിന്റെ അനുഭവം നമുക്ക് ശ്രദ്ധിക്കാം. എൻ്റെ പേര് പ്രവീൺ, ഇതെൻ്റെ വൈഫ് വിമലി, ആൻഡ് മോളുടെ പേര് ആന എന്നാണ്. ഇവൾക്ക് 4.5 വയസ്സായി. അവള് ജനിച്ചപ്പോൾ മോൾക്ക് നോർമൽ ഡെലിവറി ആയിരുന്നു. പക്ഷെ അവളുടെ കൈ റൈറ്റ് ഹാൻഡിലുള്ള ഞരമ്പ് പിശുങ്ങിപ്പോയി. അപ്പം ഡോക്ടേഴ്സ് പറഞ്ഞത് എന്താന്ന് വെച്ചാൽ ചിലപ്പം പൊക്കും ചിലപ്പം പൊക്കത്തില്ല, അങ്ങനെയാണ് പറഞ്ഞത് ഡോക്ടേഴ്സ്. അപ്പോൾ ഞങ്ങളിങ്ങനെ വളരെ വിഷമിച്ചിരുന്നുകൊണ്ടിരുന്ന സമയത്താണ് അമ്മ ഞങ്ങൾക്ക് അഭിഷേകാഗ്നി TV-യിലാണ് ഞങ്ങൾ കണ്ടത്. TV-യിൽ അഭിഷേകാഗ്നി എന്ന പ്രോഗ്രാം അല്ലേ? ഇപ്പം നിങ്ങൾ ഇരിക്കുന്നത് അഭിഷേകാഗ്നി സെൻറ്ററിലാണ്. നിങ്ങൾ ഇവർക്ക് ആ സെൻറ്ററിലൊന്നും വരാൻ പറ്റിയില്ല. ഇവർ വീട്ടിലിരുന്ന് TV-യിൽ അഭിഷേകാഗ്നി പ്രോഗ്രാം കൂടിയതുള്ളൂ. ഞങ്ങൾ നെർക്കറിനെ എടുത്ത് ഇങ്ങനെ ഫാദർ പ്രാർത്ഥിക്കുമ്പോൾ മോളെ എടുത്ത് TV-യുടെ മുമ്പിൽ വെച്ചതാണ്. അവൾക്ക് കൈ പൊക്കാനേ പറ്റത്തില്ല, കൈ ഒന്നും ഉയർത്താൻ പറ്റാത്ത സ്ഥിതിയായിരുന്നു. അപ്പം അടുത്ത നാള് ഞങ്ങൾ കരഞ്ഞ് മാതാവിൻ്റെ അടുത്ത് യേശുവിൻ്റെ അടുത്തും പ്രാർത്ഥിച്ചതിന് ശേഷം അടുത്ത രാവിലെ അവൾ എണ്ണിക്കുമ്പോൾ അവർ റൈറ്റ് ഹാൻഡ് ഫുള്ളായിട്ട് ഉയർത്തി. ഒരു കുഴപ്പമില്ലാതെ ഉയർത്തി. രണ്ട് കൈ പോയി, റൈറ്റ് ഹാൻഡ് ഉയർത്തി ലെഫ്റ്റ് ഹാൻഡ് ഉയർത്തി, ഒരു പ്രശ്നമില്ല കുട്ടി. പ്രൈസ്. അതായത് ഞായറാഴ്ച രാത്രി പ്രാർത്ഥിച്ചു, അടുത്ത നാളിൽ തിങ്കൾ ദിവസം പ്രാർത്ഥിക്കുന്ന സമയത്ത് എന്തായി, കൈ കുട്ടി തന്നെ 2 കൈ ഉയർത്തി. വലത് കൈ റൈറ്റ് ഹാൻഡ് അല്ലേ ഇപ്പോഴും ഉയർത്തി, റൈറ്റ് ഹാൻഡ്. വെരി ഗുഡ് കേട്ടോ. സൈന്യബലത്താലല്ല കരബലത്താലുമല്ല തന്റെ ആത്മാവിനാലാണ്. സൈന്യബലത്താലല്ല കരബലത്താലുമല്ല തന്റെ ആത്മാവിനാലാണ്, തന്റെ ആത്മാവിനാലാണ്. ഇന്ന് അടയാളങ്ങളിലൂടെ കർത്താവ് വചനത്തെ സ്ഥിരീകരിക്കുകയാണ്. ഹല്ലേലൂയാ. നമ്മുടെ വിശ്വാസത്തേക്ക് ദൈവം കാണുന്നുണ്ട്. അപ്പസ്തോല പ്രവർത്തകർ 14-ാമത്തെ അധ്യായം 9-ാം തിരുവചനം പൗലോസ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ ഒരു മുടന്തനായ കാലിന് സ്വാധീനമില്ലാത്ത ഒരാൾ പ്രസംഗം കേട്ടോണ്ടിരിക്കുകയാണ്. പൗലോസ് അവനെ സൂക്ഷിച്ചു നോക്കി. സൗഖ്യം പ്രാപിക്കാൻ തക്ക വിശ്വാസം അവനുണ്ട് എന്ന് കണ്ട് പൗലോസ് അവനോട് ഉച്ചത്തിൽ പറഞ്ഞു, എഴുന്നേറ്റ് കാലുറപ്പിച്ച് നിൽക്കുക. നോക്ക സഹോദരങ്ങൾ, ഈ അഭിഷേകാന്തി ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ കുടുംബത്തെ ദൈവം നോക്കിയപ്പോൾ കഴിഞ്ഞപ്പോൾ ഈ കുഞ്ഞിനെ സുഖപ്പെടുത്താൻ തക്കവിധ വിശ്വാസം ഇവർക്കുണ്ടെന്ന് കണ്ട് ഈശോ കൽപ്പിച്ചു കൈ ഉയർത്ത്. അതല്ലേ സംഭവിച്ചത്. ഇന്ന് രാത്രി ഇതുപോലെ ദൈവം നമ്മളോട് കൽപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. എഴുന്നേറ്റ് നിൽക്കാം. കരങ്ങൾ ഉയർത്തി നന്നായിട്ട് അങ്ങോട്ട് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന, 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 ആരാധന. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. സ്വരം ഉയർത്തി, മനസ്സ് തുറന്ന്, അതരം തുറന്ന്, ഹൃദയം തുറന്ന് ഉച്ചത്തിൽ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ഓ കർത്താവായ ദൈവമേ, ഈ സമൂഹത്തിൽ അവിടുന്ന് അത്ഭുതകരമായ സാന്നിധ്യം ഇപ്പം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ സ്വർഗത്തിന് അഗ്നി ഇപ്പോൾ അയക്കണമേ. അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അയക്കണമേ. അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും മാനസാന്തരങ്ങളും സംഭവിക്കട്ടെ. ദൈവമേ, നാളുകളായി പാപത്തിന്റെ അടിമത്തത്തിൽ കിടക്കുന്നവരോട് അവിടുന്ന് കൽപ്പിക്കണമേ. നാളുകളായി രോഗപീഠകളിൽ കർത്താവെ കുട്ടിക്ക് കിടക്കുന്നവരോട് കൽപ്പിക്കണമേ. രോഗപീഠകളും അന്ധകാര പീഠകളും പൈശാചിക പീഠകളും പാപ ദുർശല്യങ്ങളും കുടുംബങ്ങളിൽ ശാസിക്കുന്നു, ബന്ധിക്കുന്നു, വിട്ടോഞ്ഞ് നിത്യാതെ നിബന്ധിക്കട്ടെ. പാപത്തിൻ ശക്തിമേനിൽ അഗ്നി അയക്കൂ, രോഗത്തിൻ ശക്തിമേനിൽ അഗ്നി അയക്കൂ, തകർച്ചതൻ ശക്തിമേനിൽ അഗ്നി അയക്കൂ. കൈയടിച്ച് ആത്മാവാം ദൈവമേ അഗ്നി അയക്കൂ. പാപശക്തികൾ തകരട്ടെ. പാപത്തിൻ ശക്തിമേനിൽ രോഗപീഠകൾ വിട്ടോഞ്ഞു പോകട്ടെ. രോഗത്തിൻ ശക്തിമേനിൽ അഗ്നി അയക്കൂ, തകർച്ചതൻ ശക്തിമേനിൽ അഗ്നി അയക്കൂ. ആത്മാവാം ദൈവമേ അഗ്നി അയക്കൂ. ആത്മാവേ അഗ്നിയായി നിറയണമേ. ആത്മാവേ അഗ്നിയായി നിറയണമേ. കാര്യങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ കർത്താവായ ദൈവമേ, ഇവരുടെ വിശ്വാസത്തെ അവിടുന്ന് കാണണമേ. കർത്താവ് ഇവരുടെ വിശ്വാസത്തെ അവിടുന്ന് കാണണമേ. ഇവരുടെ വിശ്വാസത്തെ അവിടുന്ന് നോക്കി കാണണമേ. ഈ രാത്രി അവിടുന്ന് കൽപ്പിക്കണമേ. ഈ രാത്രി അവിടുന്ന് ശാസിക്കണമേ. ഈ രാത്രി അവിടുന്ന് ബന്ധിക്കണമേ. ഈ രാത്രി അവിടുന്ന് അഴിക്കണമേ. ഈ രാത്രി അവിടുന്ന് വിടുവിക്കണമേ. ദൈവമേ, നാളുകളായി കുടുംബങ്ങളിൽ കർത്താവേ ഉള്ള പൈശാചിക പീഡകളും ബന്ധനങ്ങളും ആധിപത്യങ്ങളും യേശു നാമത്തിൽ കത്തിച്ചാമ്പലായി സ്ഥാപിക്കട്ടെ. മുള്ളുകളും മുൾച്ചെടികളുമെല്ലാം അഗ്നിയിലെരിഞ്ഞിടും. അരുളിയ പോലെ അഗ്നിയിറക്കി വിശുദ്ധി നൽകണമേ. മുള്ളുകളും മുൾച്ചെടികളുമെല്ലാം അഗ്നിയിലെരിഞ്ഞിടും. ജഡത്തിന്റെ പാപത്തിന്റെ സ്വാധീനങ്ങൾ അന്ധകാരങ്ങളെ ശാസിക്കുന്നു, ബന്ധിക്കുന്നു. വിശുദ്ധി നൽകണമേ. കൈകൾ ഉയർത്തി. ആത്മാവേ അഗ്നിയാ നിറയണമേ. ആത്മാവേ അഗ്നിയാ പാപപീഡകൾ വിട്ടൊഴിഞ്ഞു പോകട്ടെ. പാപത്തിൻ ശക്തിമേനിൽ അഗ്നി അയക്കൂ, രോഗത്തിൻ ശക്തിമേനിൽ കുടുംബത്തിന്റെ തകർച്ചയുടെ കെട്ടുകൾ യേശു നാമത്തിൽ അഴിഞ്ഞ് വിടുവിക്കട്ടെ. അഗ്നി അയക്കൂ. ആത്മാവാം ദൈവമേ അഗ്നി അയക്കൂ. പാപത്തിൻ ശക്തിമേനിൽ അഗ്നി അയക്കൂ, രോഗത്തിൻ ശക്തിമേനിൽ അഗ്നി അയക്കൂ, തകർച്ചതൻ ശക്തിമേനിൽ അഗ്നി അയക്കൂ. ആത്മാവാം ദൈവമേ അഗ്നി അയക്കൂ. പാപത്തിൻ ശക്തിമേനിൽ അഗ്നി അയക്കൂ, രോഗത്തിൻ ശക്തിമേനിൽ അഗ്നി അയക്കൂ, തകർച്ചതൻ ശക്തിമേനിൽ ആത്മാവാം ദൈവമേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല 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 ലൂക്ക 6:19 അവരുടെ ശക്തി പുറമെ അനേകരെ സുഖപ്പെടുത്തി. ഫെബ്രുവരി 12 തളർന്ന കൈകളെ ബലമില്ലാത്ത കാൽമുട്ടുകളെ ശക്തിപ്പെടുത്തുവിൻ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah.
ഈശോയുടെ സന്നിധിയിൽ സന്തോഷത്തോടെ നമുക്കായിരിക്കാം ഇരിക്കാം. കുഞ്ഞുങ്ങളെ നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ ആദ്യം വിട്ടുപോയി. നിങ്ങളിപ്പോൾ സ്നേഹത്തോടെ നിങ്ങളെ ഓർക്കുന്നു കേട്ടോ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ദൈവത്തെ അറിയാൻ എന്ത് ചെയ്യണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹോസിയ പ്രവചനത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ 3-4 തിരുവചനങ്ങൾ. ബുക്ക് ഓഫ് ഹോസിയ ചാപ്റ്റർ 6 വേഴ്സ് 3 and 4. കർത്താവിനെ അറിയാൻ നമുക്ക് ഏകാഗ്രതയോടെ ശ്രമിക്കാം. അവിടുത്തെ ആഗമനം പ്രഭാതം പോലെ സുനിശ്ചിതമാണ്. മഴ പോലെ, ഭൂമിയെ നനയ്ക്കുന്ന വസന്തവൃഷ്ടി പോലെ അവിടുന്ന് നമ്മുടെ മേൽ വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു ദൈവ പൈതലിന്റെ ഭാഗത്ത് നിന്നുണ്ടാകേണ്ട ഒരു പരിശ്രമം എന്താണെന്നറിയാവോ? ദൈവത്തെ അറിയാൻ ബാക്കി പല കാര്യങ്ങളിൽ നിന്ന് മാറി ഏകാഗ്രതയോടെ പരിശ്രമിക്കണം. അങ്ങനെ ഒരു ദൈവ പൈതൽ ഏകാഗ്രതയോടെ പരിശ്രമിച്ചാൽ, നിങ്ങൾ ചിന്തിക്കണം, അതായത് ആ ഒരു അമ്മ പറയുന്നത് കേട്ട് ആ കുടുംബത്തിലുള്ള മകനും മകളും ഈ കൊച്ചിനെ സൗഖ്യം പ്രാപിക്കാൻ ഉറച്ച വിശ്വാസത്തിൽ അഭിഷേകാന്തിനെ കാണുന്ന ആ പരിശ്രമം കർത്താവ് വിശ്വാസം കാണുക എന്ന് പറയുന്നത് പോലെ ദൈവത്തെ അറിയാൻ ഒരു ദൈവപൈതൽ പരിശ്രമിച്ചാൽ ആ വ്യക്തിയുടെ മേൽ ദൈവത്തിൻ്റെ ആഗമന പ്രഭാതം പോലെ സുനിശ്ചിതമാണ്. എന്താണ് പ്രഭാതം പോലെ സുനിശ്ചിതം എന്ന് പറഞ്ഞാൽ? ഇന്ന് വരെയുള്ള കാര്യം നമുക്കറിയാം, രാത്രിക്ക് ശേഷം ഒരു പകലുണ്ടായിട്ടുണ്ട്. നാളത്തെ അറിയാൻ പാടില്ല. രാത്രിക്ക് ശേഷം പ്രഭാതം എന്നതുപോലെ ദൈവത്തെ അറിയാൻ പരിശ്രമിക്കുന്നവന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ ആഗമനം അത്ര ഉറപ്പാണ്. അതെങ്ങനെയാ? മഴ പോലെ, ഭൂമിയെ നനയ്ക്കുന്ന വസന്തവൃഷ്ടി പോലെ അവിടുന്ന് നമ്മുടെ മേൽ വരും. ഒരു മഴ പോലെ, വസന്തവൃഷ്ടി പോലെ ഒരു അനുഭവമായിരിക്കും. അറിയാൻ പരിശ്രമിക്കണം. ഇത് നമ്മുടെ കടമയാണ്, ഉത്തരവാദിത്തമാണ്. കത്തോലിക്ക സഭയുടെ മനോരംഗത്തിൽ CCC 2104 അത് വായിക്കാം. സത്യത്തെ, പ്രത്യേകിച്ച് ദൈവത്തെയും അവിടുത്തെ സഭയെയും സംബന്ധിച്ച കാര്യങ്ങളിൽ അന്വേഷിക്കാനും അറിഞ്ഞു കഴിയുമ്പോൾ അതിനെ ആശ്ലേഷിക്കാനും മുറുകെ പിടിക്കാനും എല്ലാ മനുഷ്യർക്കും കടമയുണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പൊ ദൈവത്തെക്കുറിച്ച്, ദൈവവചനത്തെക്കുറിച്ച്, സഭയെക്കുറിച്ച്, സഭയുടെ പ്രബോധനങ്ങളെക്കുറിച്ച് അന്വേഷിക്കണം, അറിയണം, പഠിക്കണം, അതിനെ ആശ്ലേഷിക്കണം. അങ്ങനെ കടമയുണ്ട്, നമ്മുടെ ഉത്തരവാദിത്തമാണത്. അങ്ങനെ നമ്മൾ പരിശ്രമിക്കുന്നില്ലെങ്കിൽ സഭയെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചും ഒരുപാട് തെറ്റായ അറിവുകൾ നമ്മുടെ ജീവിതത്തിൽ വരാം. അങ്ങനെയുണ്ട്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 14-ാമത്തെ അധ്യായത്തിൻ്റെ 22-ാം തിരുവചനം, ബുക്ക് ഓഫ് വിസ്ഡം ചാപ്റ്റർ 14 വേഴ്സ് 22. ദൈവത്തെക്കുറിച്ചുള്ള അറിവിൽ അവർക്ക് തെറ്റുപറ്റിയെന്ന് മാത്രമല്ല, സംഘർഷത്തിൽ ജീവിക്കുന്ന അവർ ആ വലിയ തിന്മകളെ സമാധാനമെന്ന് വിളിക്കുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പൊ ദൈവത്തെക്കുറിച്ചുള്ള അറിവിൽ അവർക്ക് ഒരുപാട് തെറ്റുകൾ, തെറ്റായ അറിവ്, തെറ്റായ ബോധ്യങ്ങൾ അവരുടെ ഉള്ളിൽ കയറി. എന്നിട്ട് എന്താ സംഭവിച്ചത്? അപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ദൈവവചനത്തിന് വിരുദ്ധമായ പല പ്രവർത്തികൾ, അതൊക്കെ ഓക്കെയാണ്, ഒന്നും കുഴപ്പമില്ല എന്നുള്ള ചിന്തയിൽ അവർ വ്യാപരിക്കാൻ വേണ്ടി തുടങ്ങി. അത് വലിയ അപകടമാണ്. കാരണം തെറ്റായ അറിവ് സാത്താൻ തരും. ആദ്യം മാതാപിതാക്കന്മാർക്ക് പിശാച് തെറ്റായ അറിവല്ലേ വെച്ചു കൊടുത്തത്, ശരിയായ അറിവല്ലായിരുന്നല്ലോ. അതുകൊണ്ട് ഈ ലോകത്തിന്റെ തത്വശാസ്ത്രങ്ങൾ, ഈ ലോകത്തിന്റെ ഒരുപാട് തരത്തിലുള്ള വ്യർത്ഥ കാര്യങ്ങൾ അറിയാൻ പരിശ്രമിക്കുമ്പോൾ അത് ശിരസിൽ പ്രവേശിച്ചാൽ ദൈവത്തെക്കുറിച്ചുള്ള ഒരുപാട് അറിവുകൾ നമുക്ക് ലഭിക്കാതെ പോകും. കൊലോസ്സസ് ലേഖനത്തിൽ 2-ാമത്തെ അധ്യായത്തിന് 8-ാം തിരുവചനം, ക്രിസ്തുവിന് യോജിക്കാത്തതും പ്രപഞ്ചത്തിന്റെ മൂലഭൂതങ്ങൾക്കും മാനുഷിക പാരമ്പര്യത്തിനും മാത്രം ചേർന്നതുമായ വ്യർത്ഥ പ്രലോഭനത്തിനും തത്വചിന്തയ്ക്കും ആരും നിങ്ങളെ ഇരയാക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇരയാക്കുക, കണ്ടോ? വ്യർത്ഥ തത്വശാസ്ത്രങ്ങൾക്ക് ഇരയാക്കി കളയുക. ഞാൻ അങ്ങനെ ഒരുപാട് ചെറുപ്പക്കാരെ കണ്ടിട്ടുണ്ട്. ഈ ലോകത്തിന് ഒരുപാട് ഫിലോസഫികള്, ഒരുപാട് തത്വശാസ്ത്രങ്ങൾ തലയിൽ കയറിയിട്ട് ദൈവത്തെക്കുറിച്ച് യാതൊരു അറിവുമില്ല. അവർക്ക് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു വ്യക്തി ദൈവത്തെക്കുറിച്ച് അറിഞ്ഞാൽ അദ്ദേഹത്തിന് ലഭിക്കുന്ന കാര്യങ്ങൾ നമ്മൾ അറിയണം. ദൈവത്തെക്കുറിച്ച് അറിയാതിരുന്നാൽ സംഭവിക്കുന്ന അപകടങ്ങൾ മനസ്സിലാക്കണം.
ദൈവത്തെ എങ്ങനെ അറിയാൻ പറ്റുമെന്ന് മനസ്സിലാക്കണം. ഈ 3 കാര്യങ്ങൾ ഈ എപ്പിസോഡ് കർത്താവ് നമുക്ക് തരും. യോഹന്നാന്റെ സുവിശേഷത്തിൽ 17-ാമത്തെ അധ്യായത്തിൽ 3-ാം തിരുവചനം, ഗോസ്പൽ ഓഫ് സെന്റ് ജോൺ ചാപ്റ്റർ 17 വേഴ്സ് 3, ഏക സത്യ ദൈവമായ അവിടുത്തെയും അങ്ങ് അയച്ച യേശു ക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. പ്രൈസ് ദി ലോർഡ്. Praise the Lord. അപ്പൊ എന്താ നിത്യജീവൻ? ഒരാള് ഏക ദൈവമായ കർത്താവിനെയും ആ യേശു ക്രിസ്തുവിനെയും അറിഞ്ഞാൽ അയാൾക്ക് ലഭിക്കുന്നത് നിത്യജീവനാണ്. ഹല്ലേലൂയ. Hallelujah. അതുകൊണ്ട് ഒരു വ്യക്തി എത്രമാത്രം വചനം, എത്രമാത്രം ഈശോയെക്കുറിച്ച്, എത്രമാത്രം ദൈവത്തെക്കുറിച്ച്, എത്രമാത്രം സഭയെക്കുറിച്ച് അജ്ഞത പുലർത്തുന്നോ നിത്യജീവൻ അത്ര അകലെയാണ്. കാര്യം ജസ്റ്റ് ഞായറാഴ്ച പള്ളിയിൽ പോകുന്നുണ്ട്, വർഷത്തിലൊന്ന് കുമ്പസാരിക്കുന്നുണ്ട്, നിത്യജീവൻ എത്ര അകലെയാണ് ആ വ്യക്തി. ഹല്ലേലൂയ. Hallelujah. അപ്പൊ ദൈവത്തെ അറിഞ്ഞാൽ നിത്യജീവനാണ് ലഭിക്കുന്നത്. അത് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിന് ഭൗതികവും ആധ്യാത്മികവുമായ ഒരുപാട് കാര്യങ്ങൾ ദൈവത്തെ അറിയാനുള്ള പരിശ്രമം വഴി ദൈവം നമുക്ക് തരും. പത്രോസ്ലീഹ എഴുതിയ 2-ാമത്തെ ലേഖനത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ 3-ാമത്തെ തിരുവചനം, തൻ്റെ മഹത്വത്തിലേക്കും ഔന്നത്യത്തിലേക്കും നമ്മളെ വിളിച്ചവനെ കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലൂടെ നമ്മുടെ ജീവിതത്തിനും ഭക്തിക്കും ആവശ്യമായതെല്ലാം അവന്റെ ദൈവിക ശക്തി നമുക്ക് പ്രദാനം ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ. Hallelujah. അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ ഭൗതികമായ കാര്യങ്ങൾ നമുക്ക് ആവശ്യമുണ്ട്, ആധ്യാത്മിക കാര്യങ്ങൾ ആവശ്യമുണ്ട്. അപ്പോ യേശുക്രിസ്തുവിനെ അറിയുന്നതിലൂടെ, ദൈവത്തെ അറിയുന്നതിലൂടെ, ആ അറിവിൽ എത്രമാത്രം വളരുന്ന അതിലൂടെ നമുക്ക് ആവശ്യമുള്ളതെല്ലാം, ഭൗതികമായിട്ടുള്ളതും ആധ്യാത്മികമായിട്ടുള്ളതും ദൈവം നമുക്ക് തരും. അല്ലേ? ആദ്യം ദൈവത്തിന്റെ രാജ്യവും നീതി അന്വേഷിക്കുക, ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടുമെന്നുള്ള വചനം എന്നതുപോലെ. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. Hallelujah. എന്നാൽ എൻ്റെ സഹോദരങ്ങളെ, ദൈവത്തെ അറിയാൻ നമ്മൾ പരിശ്രമിക്കാതിരുന്നാൽ ഒരുപാട് നാശം നമ്മുടെ ജീവിതത്തിൽ വന്ന് ഭവിക്കാൻ സാധ്യതയുണ്ട്. ഹോസിയ പ്രവചനത്തിൽ 4-ാമത്തെ അധ്യായത്തിന് 6-ാമത്തെ തിരുവചനം, അജ്ഞത നിമിത്തം എൻ്റെ ജനം നശിക്കുന്നു, അറിവില്ലാത്തത് കൊണ്ട് എൻ്റെ ജനം നശിക്കുന്നു. അത് വാസ്തവത്തിൽ പുരോഹിതൻ വചനം കൊടുക്കാത്തത് മൂലം, ദൈവത്തെക്കുറിച്ചുള്ള അറിവില്ലാത്തത് മൂലം നശിക്കുന്ന ജനത്തെക്കുറിച്ചാണ് ആ വചനം. പല മേഖലയും നശിക്കുകയാണ്. ഭൗതിക ജീവിതത്തിൽ നശിക്കുന്നു, ബിസിനസ്സിന്റെ കാര്യത്തിൽ, ജോലിയുടെ കാര്യത്തിൽ, കൃഷിയുടെ കാര്യത്തിൽ ഉയർച്ച ഉണ്ടാകുന്നില്ല, ആത്മീയ ജീവിതത്തിൽ നശിക്കുന്നു. ഹോസിയ പ്രവചനത്തിൽ 4:14 പിന്നെ വചനം വെളിപ്പെടുത്താണ്. കുറേ കാര്യങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. വ്യഭിചാരം, അതുപോലെയൊക്കെയുള്ള പാപത്തിൽ മുഴുകുന്ന പരസംഗം, ഹോമോസെക്ഷുവാലിറ്റി, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ മുഴുകുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ട് പറയാണ്, അറിവില്ലാത്ത ജനം നശിക്കും. അത് 4:14 അവസാനത്തെ വാക്യം, ഒരു കൺക്ലൂഡിംഗ് സ്റ്റേറ്റ്മെന്റ് ആണ്. അറിവില്ലാത്ത ജനം നശിക്കും. ഒരുപാട് തെറ്റുകൾ സംഭവിക്കും. വിശുദ്ധ മാർക്കോസ് സുവിശേഷം 12-ാമത്തെ അധ്യായത്തിന്റെ 24-ാം തിരുവചനം, ഗോസ്പൽ ഓഫ് സെന്റ് മാർക്ക് ചാപ്റ്റർ 12 വേഴ്സ് 24, വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിന്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റ് പറ്റുന്നത്. അപ്പൊ നോക്കിക്കേ, ഒരുപാട് നമ്മുടെ ജീവിതത്തിൽ ഉയർച്ച പ്രാപിക്കാതെ അടിപതര നിലം പറ്റി പോകുന്നു. അതുപോലെ തന്നെ സഹോദരൻ, ഒരുപാട് തെറ്റുകൾ. ഞാൻ ഓർക്കണം, ഒരിക്കൽ ചെറുപ്പക്കാരനെ കണ്ട് ഓർക്കാണ്. ആ ചെറുപ്പക്കാരനെ ലോചിക്കുന്നതാണ്. ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞാൻ കുമ്പസാരിക്കുന്നില്ല അച്ഛാ, കാരണം കുമ്പസാരിച്ചിട്ട് കാര്യം, ഞാൻ കുമ്പസാരിച്ചാലും 1-2 ആഴ്ച കഴിയുമ്പോൾ ഞാൻ വീണ്ടും പാപം ചെയ്യും, പിന്നെ കുമ്പസാരിച്ചിട്ട് എന്താ കാര്യം? അപ്പൊ അവന് അതിനെക്കുറിച്ചുള്ള ശരിയായ ഒരു അറിവില്ല, ധാരണയില്ല. വാസ്തവത്തിൽ കുമ്പസാരത്തിലൂടെ പാപക്ഷമ മാത്രമല്ല, വീണ്ടും പാപം ചെയ്യാതിരിക്കാനുള്ള കൃപ കിട്ടുകയാണ്. അതുകൊണ്ട് അടുക്കൽ കുമ്പസാരത്തിന്റെ കൂതാശ സ്വീകരിച്ച് ശക്തി സംഭരിച്ച് മുന്നോട്ട് പോകണം. തെറ്റായ അറിവ്, തെറ്റായ ബോധ്യം, നുണവചനങ്ങൾ. ഇപ്പോൾ നമ്മുടെ മനസ്സിലൊരു ചിന്ത വരുന്നത്, എങ്ങനെയാണ് ദൈവത്തെ കൂടുതൽ അറിയാൻ പറ്റുന്നത്? ചില വ്യക്തികൾ എൻ്റെ അടുത്ത് വന്ന് ചോദിക്കാറുണ്ട്, എനിക്ക് കുറച്ചുകൂടെ അറിയണമെന്ന് ആഗ്രഹമുണ്ട്, കുറച്ചുകൂടെ പറയുന്നത് എങ്ങനെയാണ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്? നമ്മൾ തൊട്ട് മുകളിൽ കണ്ട വചനത്തിൽ തന്നെ അതിൻ്റെ ഉത്തരം കിടക്കുന്നുണ്ട്. വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ തെറ്റ് പറ്റുന്നതെന്ന് പറയുമ്പോൾ, വിശുദ്ധ ലിഖിതങ്ങളിലൂടെയാണ് ദൈവത്തെ നമുക്കറിയാൻ പറ്റുന്നത്. ഒന്നാമത്തെ മാർഗ്ഗം അതാണ്. സഭയിലൂടെയാണ് അറിയുന്നത്. വിശുദ്ധ ലിഖിതങ്ങൾ സഭയ്ക്കാണ് കൊടുത്തിരിക്കുന്നത്. സഭയുടെ ആൾക്കാണ് പ്രബോധന അധികാരം. യോഹന്നാന്റെ 1-ാമത്തെ ലേഖനത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ അതിന് 3-4 തിരുവചനങ്ങൾ, നാം അവൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ
അതിൽ നിന്ന് നാം അവനെ അറിയുന്നു എന്ന് തീർച്ചയാക്കാം. ഞാൻ അവനെ അറിയുന്നു എന്ന് പറയുകയും അവൻ്റെ കൽപ്പനകൾ പാലിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളം പറയുന്നു, അവനിൽ സത്യമില്ല. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ദൈവത്തെ എങ്ങനെ അറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന്റെ വചനത്തിലൂടെയാണ് ദൈവത്തെ അറിയുന്നത്. ദൈവത്തിന്റെ വചനത്തിലൂടെയാണ് ദൈവത്തെ അറിയുന്നത്. ദൈവത്തിന്റെ വചനം പാലിക്കുന്നത് വഴിയാണ് ദൈവത്തെ അറിയുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ടല്ലേ ആയിരക്കണക്കിന് സാക്ഷ്യങ്ങൾ കേട്ടിട്ടില്ലേ, ദൈവത്തിന്റെ ഒരു വചനം അനുസരിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവത്തെ അറിയാണ്. ഞായറാഴ്ച ആചരണം ആ ഒരു വചനങ്ങൾ കീപ്പ് ചെയ്തു, അവർക്ക് ഭയങ്കര ദൈവാനുഭവമായി. ദൈവത്തെ അറിയാൻ പറ്റി, ദൈവത്തെ അനുഭവിക്കാൻ പറ്റി. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. യോഹന്നാൻ 17:8 എന്തെന്നാൽ അങ്ങ് എനിക്ക് നൽകിയ വചനം ഞാൻ അവർക്ക് നൽകി, അവർ അത് സ്വീകരിക്കുകയും ഞാൻ അങ്ങയുടെ അടുക്കൽ നിന്ന് വന്നുവെന്ന് സത്യമായി അറിയുകയും അങ്ങ് എന്നെ അയച്ചുവെന്ന് വിശ്വസിക്കുകയും ചെയ്തു. അതായത് സ്വർഗത്തെക്കുറിച്ച് ദൈവത്തെക്കുറിച്ച് യാതൊരു ധാരണ ഇല്ലായിരുന്നു നമ്മുടെ അപ്പസ്തോലന്മാർ. ആ അപ്പസ്തോലന്മാർ എങ്ങനെയാണ് എൻ്റെ സഹോദരങ്ങളെ ദൈവത്തെ അറിഞ്ഞത്? ഈശോ പിതാവ് നൽകിയ വചനങ്ങൾ കൊടുത്തു. ആ വചനങ്ങൾ അറിഞ്ഞത് വഴി അവർ ഈശോയെ അറിഞ്ഞു, പിതാവിനെ അറിഞ്ഞു. കാരണം ഈശോയും പിതാവ് ഒന്നാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. വീണ്ടും യോഹന്നാൻ 14:7-9 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങൾ എന്നെ അറിഞ്ഞിരുന്നുവെങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു. ഇപ്പോൾ മുതൽ നിങ്ങൾ അവനെ അറിയുന്നു, നിങ്ങൾ അവനെ കാണുകയും ചെയ്തിരിക്കുന്നു. ഫിലിപ്പോസ് പറഞ്ഞു, കർത്താവേ, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക, ഞങ്ങൾക്ക് അത് മതി. യേശു പറഞ്ഞു, ഇക്കാലം അത്രയും ഞാൻ നിങ്ങളോട് കൂടെ ആയിരുന്നിട്ടും ഫിലിപ്പോസേ നീ എന്നെ അറിയുന്നില്ലേ? എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു, പിന്നെ പിതാവൻ ഞങ്ങൾക്ക് കാണിച്ചു തരിക എന്ന് നീ പറയുന്നത് എങ്ങനെ? പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, ദൈവത്തിന്റെ വചനത്തെ അറിയുന്നവൻ ഈശോയെയാണ് അറിയുന്നത്. ഈശോയെ അറിയുന്നവൻ പിതാവിനെയാണ് അറിയുന്നത്. അവൻ നിത്യജീവൻ അവകാശമാക്കും. അതാണ് യോഹന്നാൻ 12:50. അവിടുത്തെ കൽപ്പന നിത്യജീവനാണെന്ന് ഞാൻ അറിയുന്നു. അതാണ് യേശുക്രിസ്തുവിനെ പിതാവായി ദൈവത്തെ അറിയുക എന്നുള്ളതാണ് നിത്യജീവൻ. പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. രണ്ടാമത് ദൈവത്തെ അറിയാൻ ബൈബിൾ നൽകുന്ന മാർഗം, സ്നേഹിക്കാൻ തുടങ്ങിയാൽ ദൈവത്തെ അറിയാൻ പറ്റും. യോഹന്നാൻ 1-ാമത്തെ ലേഖനത്തെ 4-ാമത്തെ അധ്യായത്തിന്റെ 7-ാം തിരുവചനം. പ്രിയപ്പെട്ടവരെ, നമുക്ക് പരസ്പരം സ്നേഹിക്കാം. എന്തെന്നാൽ സ്നേഹം ദൈവത്തിൽ നിന്നുള്ളതാണ്. സ്നേഹിക്കുന്ന ഏവനും ദൈവത്തിൽ നിന്ന് ജനിച്ചവരാണ്, അവൻ ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ എങ്ങനെ നമുക്ക് പരസ്പരം സ്നേഹിക്കാം? കാരണം സ്നേഹം എന്ന് പറയുന്ന സംഗതി ദൈവത്തിൽ നിന്ന് വരുന്നതാണ്. അവൻ ദൈവത്തെ അറിയുന്നു. എൻ്റെ സഹോദരങ്ങൾ, ഇന്ന് കുടുംബജീവിതം പലപ്പോഴും സ്നേഹമില്ലാതെ കലകത്തിൽ പോകുന്നതിനൊരു കാരണം എന്താ? ദൈവത്തോട് ബന്ധമില്ലെങ്കിൽ എങ്ങനെ ദൈവസ്നേഹം വരും? ദൈവസ്നേഹം അനുഭവിക്കാത്തടത്ത് എങ്ങനെ സഹോദര സ്നേഹം വരും? പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അതായത് ഒരു സ്നേഹം എന്ന് പറയുന്ന സംഗതി, കുടുംബത്തിന്റെ അടിസ്ഥാനപര സംഗതി സ്നേഹമാണ്. ഈ സ്നേഹം ദൈവം കൊടുത്തെങ്കിലേ കിട്ടുള്ളൂ. ആ സ്നേഹം എവിടുന്നാ വരുന്നത്? ദൈവത്തിൽ നിന്ന്. അപ്പൊ ദൈവം ഇല്ലാത്തവൻ വിവാഹം കഴിച്ചാൽ പിന്നെ എങ്ങനെയാ അവിടെ ദൈവസ്നേഹം വരുന്നത്? എങ്ങനെ ദൈവത്തിന്റെ ഇടപെടൽ വരുന്നത്? ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്നേഹം വഴി ദൈവത്തെ അറിയാൻ പറ്റും. മൂന്നാമത് ദൈവത്തെ അറിയാൻ ബൈബിൾ നൽകുന്ന ഒരു മാർഗം, അത് ദൈവത്തിന്റെ ജ്ഞാനവും വെളിപാടും വഴി ദൈവത്തെ അറിയാൻ പറ്റും. എഫേസ്യ ലേഖനത്തിൽ 1-ാമത്തെ അധ്യായത്തിന്റെ 17-ാം തിരുവചനം, എഫേസ്യ ചാപ്റ്റർ 1:17, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വത്തിന്റെ പിതാവുമായവൻ ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ നിങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് തന്നെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നിങ്ങളെ നയിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോ ദൈവം നമ്മുടെ മേൽ ഒരുപാട് ജ്ഞാനം തരും. ഈ ജ്ഞാനം വഴി, വെളിപാട് വഴി, ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവർത്തനം വഴി ദൈവത്തെ ഒരു വ്യക്തി അറിയും. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പൊ എങ്ങനെയാണ് അത് ലഭിക്കുന്നത്? ഒരു വ്യക്തി ദൈവഭക്തിയിൽ എത്രമാത്രം വളരുന്നോ അതുപോലെ അവൻ്റെ ഉള്ളിൽ ജ്ഞാനം വന്നു പറയും. അതാണ് സുഭാഷിതങ്ങൾ 9:10. ദൈവഭക്തിയാണ് ജ്ഞാനത്തിന്റെ ഉറവിടം, പരിശുദ്ധനായനെ അറിയുന്നതാണ് അറിവ്.
പല കാര്യങ്ങളും അറിവുണ്ടെന്ന് ഭാവിക്കുന്നവൻ അറിയേണ്ടത് അറിയുന്നില്ല എന്ന് കൊറിന്തോസ് ലേഖനത്തിലുണ്ട്. അപ്പോൾ ദൈവഭക്തി ഉള്ളവന്റെ പ്രത്യേകത ദൈവത്തിന്റെ ജ്ഞാനസമൃദ്ധമായിട്ട് അറിയാം. ആ ജ്ഞാനവും ഉൾക്കാഴ്ചയും അറിയാം, ദൈവത്തെക്കുറിച്ച് അറിയും, വെളിപ്പെടുത്തൽ കിട്ടും, ഒരുപാട് ദൈവാനുഭവം കിട്ടും. വിശുദ്ധ പൗലോസിന്റെ ഇറങ്ങുന്ന രംഗമുണ്ട്. അതിന്റെ 30-ാമത്തെ പാരഗ്രാഫ് ഇങ്ങനെയാണ്: ഒരിക്കൽ പരിശുദ്ധ തൃത്വത്തെ പറ്റി, ദൈവത്തിന്റെ സത്തയെ പറ്റി ഞാൻ ധ്യാനിക്കുകയായിരുന്നു. ദൈവം ആരാണെന്ന് അറിയാനും ആ അറിവിൽ ആഴപ്പെടാനും ഞാൻ തീവ്രമായി ആഗ്രഹിച്ചു. പെട്ടെന്ന് എൻ്റെ ദേഹി മറ്റൊരു ലോകത്തേക്ക് എടുക്കപ്പെടും. അപ്രാപ്യമായൊരു പ്രകാശം ഞാൻ കണ്ടു. ആ പ്രകാശത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത പ്രകാശത്തിന് 3 സ്രോതസ്സുകൾ പ്രത്യക്ഷമായി. ആ പ്രകാശത്തിൽ നിന്ന് സ്വർഗത്തെയും ഭൂമിയെയും വലയം ചെയ്യുന്ന മിന്നലിൻ്റെ രൂപത്തിൽ വചനങ്ങൾ പുറപ്പെട്ടു. ഒന്നും മനസ്സിലാക്കാൻ പറ്റാതിരുന്നത് കൊണ്ട് ഞാൻ ദുഃഖിതയായി. പെട്ടെന്ന് അപ്രാപ്യമായ പ്രകാശത്തിൻ്റെ സാഗരത്തിൽ നിന്ന് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട രക്ഷകൻ അതിവിവരണമായ സൗന്ദര്യത്തോടെ കടന്നു വന്നു. പ്രകാശിപ്പിക്കുന്ന മുറിപ്പാടുകളോട് കൂടി അവിടത്തേക്ക് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ശോഭയായിരുന്നു. ഈ പ്രകാശത്തിൽ നിന്ന് ഈ സ്വരം ഞാൻ ശ്രവിച്ചു: ദൈവം തൻ്റെ സത്തയിൽ ആരാണെന്ന് ആർക്കും മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. മാലാവാർക്കോ മനുഷ്യനോ അത് ഗ്രഹിക്കാൻ സാധിക്കുകയില്ല. ഈശോ എന്നോട് പറഞ്ഞു, ദൈവത്തിന്റെ വിശേഷണങ്ങളെ പറ്റി ധ്യാനിച്ച് അവിടുത്തെ അറിയുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതായത് ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, അതായത് ദൈവത്തെ അറിയാൻ പരിശ്രമിക്കുന്ന ജീവിതത്തിൽ അവിടുത്തെ ആഹ്വാനം പ്രഭാതം പോലെ സുനിശ്ചിതമാണ്. ആഗ്രഹിച്ച ദൈവം അറിയിച്ചിരിക്കും. എത്ര അക്രൈസ്തവര് യേശുവിനെ അറിയാൻ ആഗ്രഹിച്ചു, യേശു എത്ര അനുഭവം കൊടുത്ത്. എന്നിട്ട് ഇവിടെ ഫൗസ്തീനയ്ക്ക് ഒരു ജ്ഞാനം, ഒരു വെളിപ്പെടുത്തൽ കൊടുക്കുക, ദൈവത്തിലുള്ളവർക്ക് അങ്ങനെ ലഭിക്കും. എന്നിട്ട് പറഞ്ഞു, ദൈവത്തിന്റെ വിശേഷണങ്ങളെ പറ്റി ധ്യാനിച്ച് അവിടുത്തെ അറിയുക. ദൈവത്തെ കുറിച്ച് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന വിശേഷണങ്ങൾ കണ്ടുപിടിക്കുക. വലിയ തിയോളജിയനായ തോമസ് അക്വീനാസ് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വിശേഷണങ്ങൾ. ഹല്ലേലൂയ. ഒരു സിമ്പിൾ ഉദാഹരണം പറയാം. സങ്കീർത്തനം 145:8 കർത്താവ് കൃപാലുവും കരുണാമയനും ക്ഷമാശീലനും സ്നേഹസമ്പന്നനുമാണ്. ഇതാണ് ദൈവത്തിൻ്റെ ഒരു വിശേഷണം. കൃപാലുവാണ്, കരുണാമയനാണ്, ക്ഷമാശീലനാണ്, സ്നേഹസമ്പന്നനാണ്. സങ്കീർത്തനം 145:9 കർത്താവ് എല്ലാവർക്കും നല്ലവനാണ്. അപ്പൊ നോക്കിയേ, ഇതുപോലെ കൃപാലു, കരുണാമയൻ, ക്ഷമാശീലൻ, സ്നേഹസമ്പന്നൻ, നല്ലവൻ, വാത്സല്യനിധി, നീതിമാൻ, ആർദ്ര ഹൃദയൻ, ദയാലു, വിശ്വസ്തൻ, ഉദാരമരി, ശിക്ഷിക്കുന്ന വിമുഖൻ, ശിക്ഷ പിൻവലിക്കാൻ തയ്യാറുള്ളവൻ, ഇങ്ങനെ ആയിരക്കണക്കിന് ബൈബിളിലെ വിശേഷണങ്ങളെ ധ്യാനിക്കുക വഴി ഒരു ദൈവ പൈതൽ ദൈവത്തെ അറിയാൻ ഇടവരും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഓരോ മനുഷ്യൻ്റെ ഉള്ളിൽ കർത്താവെ അറിയാനുള്ള വലിയ ദാഹം ഓരോ മനുഷ്യൻ സൃഷ്ടിക്കുന്ന സമയത്ത് തന്നെ അവിടെ നിക്ഷേപിക്കുന്നു എന്ന് സഭ പഠിപ്പിക്കുന്നുണ്ട്, വചനം വെളിപ്പെടുത്തുന്നുണ്ട്. കർത്താവെ അങ്ങേ അറിയാനുള്ള പരിശ്രമം ഞങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും കുറഞ്ഞുപോയി. അതുകൊണ്ട് പല തെറ്റുകളും സംഭവിച്ചു. പല കാര്യത്തിലും ഞങ്ങൾ വിജയിച്ചില്ല, പരാജയം അടഞ്ഞു. നിത്യജീവനിൽ ഒരുപാട് അകലെ പോയി. കർത്താവ് ഞങ്ങൾക്ക് വേണ്ട പല സംഗതികളും അങ്ങേ അറിയാതിരുന്ന മൂലം നഷ്ടപ്പെട്ടു പോയി. ദൈവമേ, അങ്ങേ അറിയാൻ, അങ്ങയുടെ വചനത്തെക്കുറിച്ച് ധ്യാനിക്കാൻ, കർത്താവെ ബൈബിൾ വചനത്തിലുള്ള വിശേഷങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ, കർത്താവെ സ്നേഹത്തിൽ വളരാൻ ഞങ്ങൾക്ക് അഭിഷേകം നൽകണം. ഇതെല്ലാം പൂർത്തിയാക്കുന്ന വലിയ ജ്ഞാനത്തിൻ്റെ കൃപ ഞങ്ങൾക്ക് നൽകണം കർത്താവെ. കരങ്ങൾ ഉയർത്തി വലിയ ജ്ഞാനത്തിൻ്റെ കൃപ, സമുദ്രം ജലത്താൽ കവിയുന്നത് പോലെ ഭൂലോകം മുഴുവൻ ജ്ഞാനം കൊണ്ട് നിറയുമെന്നുള്ള ദൈവത്തിൻ്റെ വചനം പൂർത്തിയാകാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. വാഗ്ദാനങ്ങൾ വിശ്വസ്തനായ കർത്താവേ, ജ്ഞാനം അയച്ച് ഭൂവാസികളെ ഉണർത്തണമേ. സമുദ്രം ജലത്താൽ കവിഞ്ഞിടും പോലെ നിജ്ഞാനത്താൽ നിറച്ചിടണേ, നിറച്ചിടണേ.